നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ബിജെപിയുടെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രശ്മിൽനാഥ് ഇപ്പോൾ കൂടെ ചേരുകയാണ്. UDF കൺവെൻഷനുകൾ നടത്തുന്നു, LDF കൺവെൻഷനിലേക്ക് കടക്കുന്നപ്പോൾ BJP എവിടെ എന്നുള്ളതാണ് നിലമ്പൂരിലെ ഒരു ചോദ്യം. എവിടെയാണ് BJP? ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. ഞങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു. സംസ്ഥാന നേതൃത്വം എന്താണോ ഞങ്ങളോട് പറയുന്ന ആ സമയത്ത് ബാക്കി കാര്യങ്ങളായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റു കാര്യങ്ങളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. നിലവിൽ സംസ്ഥാന നേതൃത്വം ഞങ്ങളോട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങളിപ്പോൾ ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തെ മറികടന്നുകൊണ്ടൊരു അഭിപ്രായം പറയാൻ ഞങ്ങൾ തയ്യാറുമല്ല. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഒരു അറിയിപ്പോ മറ്റൊന്നും ലഭിച്ചിട്ടില്ല അല്ലേ? സാധാരണ ഒരു സംഘടനാ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണോ? അത് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ നൽകിയിട്ടുമുണ്ട്. അതിൻ്റെ ബാക്കി എന്ത് എന്നുള്ളത് അവിടുന്ന് പറയുന്നതിനനുസരിച്ചാണ് ബാക്കി കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അത്തരത്തിലേക്ക് കടന്നു എന്ന് അറിയില്ല അല്ലേ? ഇല്ല, അതേക്കുറിച്ചൊന്നും മുന്നോട്ട് പോയിട്ടില്ല, ഞങ്ങളോട് ചോദിച്ചിട്ടുമില്ല. ഞങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അഭിപ്രായം പറയും. അങ്ങനെയാണ് സാധാരണ പാർട്ടിയിൽ നടക്കുന്നത്. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പോൾ സംസ്ഥാന നേതാക്കളൊന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ കൺവെൻഷനുകളോ അങ്ങനത്തെ ഒരു പരിപാടികളിലേക്കൊന്നും കടന്നിട്ടില്ല. അപ്പോൾ അത് എന്നതിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഈ വരുന്ന 8-ാം തീയതി സംസ്ഥാന അധ്യക്ഷൻ മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഈ ജില്ലയിലാണ് ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ എല്ലാ ജില്ലകളിലും ഏരിയ പ്രസിഡന്റ്, ഏരിയ ജനറൽ സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള നേതൃത്വത്തെയും മറ്റ് പ്രവർത്തകരെയും നേരിട്ട് കാണുന്ന ഒരു പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനിടയിൽ എങ്ങനെയാണ് മറ്റു കാര്യങ്ങളെക്കുറിച്ച് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്കൊരു ഐഡിയ തന്നിട്ടില്ല. അത് തരുന്ന മുറയ്ക്ക് ഞങ്ങളതുമായിട്ട് മുന്നോട്ട് പോകും. ഏത് സമയത്തും പാർട്ടി പറയുന്ന സമയത്ത്, സംഘടനാ നേതൃത്വം പറയുന്ന സമയത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജമായിട്ട് തന്നെയാണ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ നിലമ്പൂർ നിയോജക പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റികളും. സംഘടനാപരമായിട്ട് സജ്ജമാണ്? തീർച്ചയായിട്ടും സജ്ജമാണ്. കാരണം ഞങ്ങളുടെ ഇപ്പോൾ തൊട്ട് മുമ്പ് നടന്നിട്ടുള്ള വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ തുടർച്ചയായ നിലയിൽ ഞങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ അധ്യക്ഷനായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ അതിന് ആ രീതിക്ക് BJPക്ക് എത്രത്തോളം ഒരു പ്രതീക്ഷ ഉണ്ട്? ഇപ്പോൾ 2016 നോക്കുകയാണെങ്കിൽ അതിനേക്കാളും വോട്ട് കുറയുകയാണ് 2021 ഉണ്ടായത്. അപ്പോൾ എങ്ങനെയാണ് ഇനി ഇതിനെ കാണുന്നത്? അല്ല, ഞങ്ങൾ അടിസ്ഥാന വോട്ടുകൾ എങ്ങോട്ടും പോയിട്ടില്ല. സാധാരണഗതിയിൽ ചില ഏറ്റക്കുറച്ചിലൊക്കെ വരുമല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിലെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് തൃശ്ശൂരിലെ കോൺഗ്രസ് ജയിച്ചിരുന്ന സീറ്റിലാണ് ഇപ്പോൾ BJP ജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് മറ്റുള്ളവരപ്പോൾ പറയുക? ഞങ്ങൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ലോക്സഭയിൽ ഒരു വോട്ട് വർധനം ഉണ്ടായതൊരു വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകമാണോ? തീർച്ചയായിട്ടും. കാരണം ജനങ്ങൾ ഈ രണ്ട് മുന്നണികളെയും മടുത്തിട്ടാണല്ലോ മൂന്നാമതൊരു മുന്നണിക്ക് വേണ്ടി അവർ തയ്യാറാവുന്നത്. അത് തീർച്ചയായിട്ടും പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. ഏത് വിഷയമായിരിക്കും കൂടുതലായിട്ട് നിലമ്പൂരിൽ ഫോക്കസ് ആവുക ഇപ്പോൾ നിലവിലുള്ളത്? നിലമ്പൂരിൽ നിരവധി വികസന വിഷയങ്ങൾ കിടക്കുന്നുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുക. നിലമ്പൂരിലെ ബൈപ്പാസ് റോഡ്, അതുപോലെ തന്നെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, രാത്രി യാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, എങ്ങനെ എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഞങ്ങൾ തുടങ്ങി വെച്ചിട്ടില്ലെങ്കിൽ പോലും മറ്റുള്ളവർ തുടങ്ങി വെക്കുമല്ലോ. സ്വാഭാവികമായിട്ടും മറുപടി പറയേണ്ട കാര്യം ഞങ്ങൾക്കും ഉണ്ടാവും. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഞങ്ങൾ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് മായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്രം നൽകിയിട്ടുള്ള സഹായങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയും. പക്ഷേ അതോടൊപ്പം തന്നെ നിലമ്പൂരിലെ വികസന മുരടിപ്പും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇതിലിപ്പോൾ LDF UDFും ഇപ്പോൾ പ്രചാരണം അടക്കം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ പിന്നിൽ പോകുമെന്നുള്ളൊരു ഭയം അത്തരത്തിലുണ്ടോ BJPക്ക്? ഞങ്ങൾക്ക് അത്തരത്തിലൊരു ഭയമില്ല. കാരണം LDFനും UDFനുമാണ് ആ ഭയമുള്ളത്. കാരണം LDFന് അവർക്ക് അവരുടെ സീറ്റ് നിലനിർത്താനുള്ള ഒരു തത്രപ്പാടും അതോടൊപ്പം UDFന് അവരുടെ പണ്ടത്തെ കോട്ട എന്നുള്ള രീതിയിലേക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു തത്രപ്പാടാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മുഴുവൻ സംസ്ഥാന നേതാക്കളെയും അണിനിരത്തിക്കൊണ്ട് ഈ രണ്ട് മുന്നണികളും ഇപ്പോൾ അവിടെ നിലമ്പൂരിലോടും അത് പ്രദേശങ്ങളിലും തമ്പടിച്ചിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. നിലമ്പൂർ നേടുന്നതാണ് തീർച്ചയായിട്ടും. എന്താ സംശയം?